ഹലോ. അങ്ങനെ ഞങ്ങൾ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഏട്ടൻ എന്നെ ഇങ്ങനെ തമാശയാക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളവിടെ ഒന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മക്കളാക്കുകയാണ് കേട്ടോ. നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല, കാരണം വെച്ചാൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമാണല്ലോ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളൂ. അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് നമ്മൾ പാക്ക് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാലുവേട്ടന് വന്നപ്പം ബൈക്കിനാണ് വരുന്നത്. കാരണം എന്തായാലും ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പോകാനൊക്കെ വേണമെങ്കിൽ കാറും എടുത്തിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം ബൈക്ക് തന്നെയാണല്ലോ നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പുള്ളി ബൈക്കും എടുത്തിട്ട് വരാമെന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു. അങ്ങനെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ ലേബർ റൂമിൻ്റെ മുന്നിലാണ് ഇത് കാണുന്നത്. അന്ന് 2 ദിവസം കഴിയുമ്പോഴേക്കും ഞാൻ ആകെ ഫുൾ ടയർഡായി, ക്ഷീണം പിടിച്ച്, മുഖമൊക്കെ എനിക്ക് എന്നെ കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു. അത്രയും വിഷയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ സുന്ദരിക്കുട്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മുത്തുമണി. എങ്ങനെയുണ്ട്?